വീഡിയോ അപ്ലോഡിംഗിൽ ആകെ മാറ്റം വരുത്തിയിരിക്കുകയാണ് യൂട്യൂബ്. മറ്റുള്ളവരുടെ കണ്ടന്റ് കോപ്പി അടിച്ചാൽ ഇനി യൂട്യൂബിൽ നിന്ന് പണം കിട്ടില്ല. എന്താണ് മോണിറ്റൈസേഷൻ പോളിസിയിൽ യൂട്യൂബ് വരുത്തിയ മാറ്റങ്ങൾ? ഏഷ്യാനെറ്റ് ന്യൂസ് എക്സ്പ്ലെയിനർ. നിങ്ങളൊരു യൂട്യൂബർ ആണോ? എങ്കിൽ ഇനി ഒറിജിനൽ ആവണം, അല്ലെങ്കിൽ പണി പാളും. അടിക്കടി മാറ്റങ്ങളുമായി പ്രത്യക്ഷപ്പെടുന്ന യൂട്യൂബിന്റെ പുതിയ പോളിസി ഇതാണ്: വീഡിയോയും ഓഡിയോയും ഒന്നും സ്വന്തമല്ലെങ്കിൽ മോണിറ്റൈസേഷൻ നടക്കില്ല. അതായത് യൂട്യൂബിൽ നിന്നുള്ള വരുമാനത്തിന് ഗുഡ് ബൈ പറയേണ്ടി വരും. പുത്തൻ നയം കണക്കിലെടുത്തില്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് പെട്ടുപോകും. കണ്ടന്റിന്റെ ആവർത്തനം നടക്കില്ല, കോപ്പിയടിയും നടക്കില്ല. ജൂലൈ 15 മുതൽ പുതിയ നയം പ്രാബല്യത്തിലെത്തും. പരിഷ്കാരങ്ങൾ ഇനിയുമുണ്ട്. മോണിറ്റൈസേഷൻ നടക്കണമെങ്കിൽ ചാനലിന് 1000 സബ്സ്ക്രൈബേഴ്സ് വേണം. തൊട്ടു മുൻപുള്ള വർഷം 4000 മണിക്കൂർ വ്യൂ ഉണ്ടായിരിക്കണം. ഷോർട്സുകൾ 10 മില്യൺ ആളുകളെങ്കിലും കണ്ടിരിക്കണം. മുൻപ് വെറും 500 വ്യൂവേഴ്സും 3000 മണിക്കൂർ വ്യൂസും മാത്രം മതിയായിരുന്നു പണം കിട്ടാൻ. യൂട്യൂബ് പറയുന്ന 2 പ്രധാന നിയമങ്ങൾ ഇങ്ങനെയാണ്: കടമെടുക്കുന്ന കണ്ടന്റുകളെ വ്യക്തമായ മാറ്റങ്ങളോടെ പരിഷ്കരിക്കണം, തന്റേതാക്കി മാറ്റണം. വ്യൂസിനായി മാത്രം കണ്ടന്റുകൾ കോപ്പി അടിക്കരുത്. പിന്നിൽ കൃത്യമായ ഉദ്ദേശം വേണം. എഐയുടെ കാലമാണല്ലോ ഇത്. എഐ കണ്ടന്റുകളെ പുതിയ പരിഷ്കാരങ്ങൾ ബാധിക്കുമോ എന്ന് പക്ഷെ യൂട്യൂബ് പറയുന്നില്ല. ഭാവിയിൽ പിടി വീണേക്കാമെന്നാണ് സൂചന. മെറ്റയും മാറ്റത്തിനൊരുങ്ങുന്നുണ്ട്. അധികം വൈകാതെ വാട്സ്ആപ്പ് ചാനലുകൾക്കും മോണിറ്റൈസേഷൻ വരും. ചാനൽ അഡ്മിനും വരുമാനമാകും. അപ്പോൾ കോപ്പി അടിക്കുന്നവരുടെ ശ്രദ്ധയ്ക്കാണ്, ഇനി കോപ്പി അടിച്ചാൽ നിങ്ങളുടെ കീശ നിറയില്ല. ലൈക്കും ഷെയറും കമന്റും ഒക്കെ സ്വന്തം കണ്ടന്റുകൾക്കാവട്ടെ. അത്യാവശ്യം പ്രേക്ഷകരുള്ള ഉള്ളടക്കങ്ങളൊക്കെ എടുത്ത് വെട്ടിയും തിരിച്ചുമൊക്കെ പുതിയ ക്യാപ്സൂളാക്കി വിതരണം ചെയ്ത് പണമുണ്ടാക്കാം എന്ന് കരുതിയിരിക്കുന്നവർക്കുള്ള ഒരു സന്ദേശമാണ് അഞ്ജലി ഇപ്പോൾ ആ എക്സ്പ്ലെയിനറിലൂടെ നൽകിയത്.